ഹായ് ഫ്രണ്ട്സ്, ഒരു PYQ നോക്കാം. ഇവിടെ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏത്? ഇതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറയുന്നത് പ്രകാശ തരംഗം, റേഡിയോ തരംഗം, ശബ്ദ തരംഗം, ഗാമ തരംഗം. ഇതാണ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നു ഇവിടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പോർഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ആദ്യം തന്നെ കുറച്ച് തരംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളുണ്ടാകുന്ന തരംഗം. അത് കഴിഞ്ഞിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷണ മാധ്യമം ആവശ്യമുള്ളവ, ആവശ്യമില്ലാത്തവ പറഞ്ഞിട്ട്. പിന്നെ താഴെ തന്നെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ റേഡിയോ തരംഗം, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് തരംഗം, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണം, എക്സ്റേ കിരണം, ഗാമ കിരണം എന്നിവയ്ക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അപ്പോൾ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്. വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നത് റേഡിയോ തരംഗം, ശബ്ദ തരംഗം, പ്രകാശ തരംഗം, റേഡിയോ തരംഗം, ഗാമ തരംഗം. ഇതൊക്കെ എന്താണ്? അപ്പോൾ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവയാണ്. അല്ല, ഇവയ്ക്ക് എന്താണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. സോ അതുകൊണ്ട് അവയ്ക്ക് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ല. താഴെ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെയാണ് നമ്മൾ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രേക്ഷണ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെയാണ് നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ? നമ്മുടെ ശബ്ദ തരംഗം. അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ശബ്ദ തരംഗം. അപ്പോൾ നമുക്ക് എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്? യാന്ത്രിക തരംഗങ്ങൾക്ക് എന്താണ്? പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളവയാണ്. എന്ന് വെച്ചാൽ അത് യാന്ത്രിക തരംഗങ്ങൾ വിഭാഗത്തിൽ പെടുന്നവയാണ്.